നമസ്കാരം. ഞാൻ വി വി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ വാസ്തു വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ കേരളത്തിന് വെളിയിൽ കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഈ പൈതൃകം നമ്മൾ വളരെ വിശദമായി നമ്മളൊന്ന് പരിശോധിച്ചാൽ ലോകത്തൊരു രാജ്യത്തിനും ആവാത്ത തരത്തിലുള്ള പാരമ്പര്യവും വിജ്ഞാനത്തിൻ്റെയും ഒരു നാടാണ് നമ്മുടെ നാടെന്ന് തോന്നും. അത്ര ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത്ര അറിവുള്ളവരുണ്ടായിരുന്ന, അത്രയേറെ ജ്ഞാനം ഗ്രഹിച്ചിരുന്ന വലിയ വലിയ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ നാടായിരുന്നു ഈ ഭാരതം. അത് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഓരോ നാടുകളിലെത്തി അവിടെയൊക്കെ കാണുമ്പോൾ ഉൾക്കൊണ്ട കാഴ്ചയാണ്. അപ്പോൾ ഈ പൈതൃകത്തിന് ആനുപാതികമായി ഈ പൈതൃകം ഉണ്ടായത് ഈ മണ്ണിൽ നിന്നാണ്. അപ്പോൾ ഈ പൈതൃകത്തിന് ആനുപാതികമായുള്ള നല്ല ജീവിതക്രമങ്ങളെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്ക് നമ്മുടെ മുൻപേ പോയ ആളുകൾ, നമ്മുടെ പിതാമഹന്മാർ നമ്മളോട് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആധുനികമായി ശാസ്ത്രങ്ങളിലൊക്കെ ഒരുപാട് ഇപ്പോൾ ശാസ്ത്രയുക്തിയുള്ള സയൻറ്റിഫിക്കായുള്ള വാസ്തു പറയുമ്പോൾ പോലും അതിൻ്റെ ആധാരം ഇപ്പോഴും ഇന്നലകളിലാണ്. അത് ശ്രദ്ധിക്കുക, അത് മനസ്സിലാക്കേണ്ടതാണ്. അത് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. പഴയ തടിപ്പണിയല്ല, മറിച്ച് അനുഭവങ്ങളുടെ ഒരു വലിയ പരമ്പരയുണ്ടായിരുന്ന സമൂഹമാണ് ഈ സമൂഹം. ഇന്ന് കണ്ടെത്തുന്ന പല കാര്യങ്ങളും അത് ഇന്നലകളെ പറഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ പല കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ യുഗം ഇപ്പോൾ AI ടൂളിൻ്റെ യുഗം, AI യുഗമാണ് ഇപ്പോൾ നിൽക്കുന്നത്. AI ആണ്. കമ്പ്യൂട്ടർ മാറി, അതിനപ്പുറവും മാറി. എന്നിരുന്നാൽ പോലും നമ്മുടെ പിതാമഹന്മാർ ഈ നാടിൻ്റെ സംസ്കൃതി സമ്മാനിച്ച വിജ്ഞാനങ്ങൾ ആണ് ബേസ് തന്നെ. ഉദാഹരണം പറഞ്ഞാൽ പണ്ടേ നമ്മുടെ നാട്ടിൽ പറയുമായിരുന്നു, വടക്ക് പടിഞ്ഞാറ് കിണർ കുടിക്കാൻ പാടില്ല, അഥവാ തെക്ക് പടിഞ്ഞാറ് കിണർ കുടിക്കാൻ പാടില്ല. വടക്ക് പടിഞ്ഞാറ് കിണർ വന്നാൽ ഒരു സംസ്കൃത ഒറ്റ ശ്ലോകം പറഞ്ഞു. ആ ശ്ലോകത്തിലുണ്ട് അതിൻ്റെ ഫലം എന്താണ്? വടക്ക് പടിഞ്ഞാറ് കിണർ വന്നാൽ സംഭവിക്കുന്നത് നാരീക്ഷയം മാരുതേ. സ്ത്രീ ക്ഷയിച്ചു പോകും, സ്ത്രീ ഇല്ലാതെയായി പോകും. നാരി ക്ഷയിക്കുക, നാരി ഇല്ലാതെയായി പോകും. അതെങ്ങനെയാ? പൂർണ്ണ അർത്ഥത്തില, പല രൂപത്തില. എത്ര വിദ്യയുണ്ടെങ്കിലും, എന്ത് ശക്തി ഉണ്ടെങ്കിലും, എന്ത് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ പോലും സ്ത്രീയുടെ പവർ ഇല്ലാതെയാകും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചില ശ്ലോകങ്ങളിലൂടെ, ചില വാക്യങ്ങളിലൂടെയൊക്കെ അത് ശാസ്ത്രം തെളിയിച്ചു അവ ശരിയാണെന്നുള്ള വിവരം. ഒരു വസ്തു എടുക്കുമ്പോൾ ന്യൂട്ടന്റെ ഭൗതികശാസ്ത്രം നമ്മൾ നോക്കി അറിയാം. ഒരു പ്രത്യേക ഒരു കാന്തിക മേഖല ഒരിടത്തുണ്ടായാൽ, ഒരു മതിൽക്കെട്ടുണ്ടായാൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ കുഴിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതുപോലെ സമാനമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ വസ്തുവിൽ ഈ പലപ്പോഴും ആളുകൾ ഒരു സ്ഥലത്ത് വന്നങ്ങ് വസ്തു അങ്ങ് കണ്ട് അവിടെ അങ്ങ് വീട് വെച്ച് പോവുക, അല്ലെങ്കിൽ ഇവിടെ വീട് വെക്കും എന്ന് പറയുകയാണ്. ഈ വസ്തു ഇങ്ങനെ കിടക്കുമ്പോൾ ആ വസ്തു എങ്ങനെയാണെന്ന് പറ്റും നോക്കാറില്ല. എപ്പോഴും പറയുന്ന പോലെ നമുക്കൊരു ഉദാഹരണം തുടങ്ങാം. ഞാനിപ്പോൾ ഈ കേരളത്തിന് പുറത്ത് പോയി നിങ്ങളോട് പറഞ്ഞു. ഒരു വലിയ ഒരു വ്യവസായിയുടെ വീട്ടിലാണ് പോകുന്നത്. അത് നമ്മൾ അഹമ്മദാബാദിനടുത്തൊരു സ്ഥലമാണ്. അവിടെ ഒരു വ്യവസായി, പുള്ളി ഒരുപാട് ഗൾഫിലും അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും പുള്ളിക്ക് ഇതൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ലൈഫ് ഭയങ്കര ഒരു വലിയ പരാജയമായി. ലൈഫിൽ ഒരു വലിയ വ്യവസായിയായ അയാൾക്ക് അദ്ദേഹത്തിന് മക്കളുണ്ട്, അതിന് ഭാര്യയുണ്ട്, പക്ഷെ ആരും കൂടില്ല.
കൂടെയുള്ളത് കോടികളാണ്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. അത് മാത്രം പോരാല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് പേരെ വിളിച്ച് ഒത്തിരി ആളുകളെ വിളിച്ചൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വാസ്തുവൊക്കെ നോക്കിയിട്ടുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലത്താണ് അവിടെ ചെല്ലുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ വലിയൊരു കൊട്ടാരമാണ്. ഏകദേശം 8,000-9,000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ആളുകൾ അങ്ങനെ കുറേ ആളുകളൊക്കെ അവിടെ വരുന്നത് കാണാം. കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്, അങ്ങനെ വേലക്കാരുണ്ട്, സർവൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഹീസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അദ്ദേഹം ഒരിക്കലും സംതൃപ്തനല്ല. അദ്ദേഹം തുറന്നുള്ള പറഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം. ആ വീട് ഞാൻ നോക്കുമ്പോൾ സാധാരണ ആരോ കൊണ്ടുവന്ന് കാണിച്ചു വെച്ച വീടാണ്. വീടിന് കാര്യമായ വാസ്തുദോഷമൊന്നും വീട്ടിൽ കണ്ടില്ല. പക്ഷേ ആ ഒരു 60% വീട് ഓക്കെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ ബാക്കി 40% വീട്ടിലുണ്ട്. ഞാനത് വിശദമായി പരിശോധിക്കുമ്പോൾ കണ്ടൊരു കാര്യം, ഏതാണ്ടൊരു 6 ഏക്കറുണ്ട് വസ്തു. 6 ഏക്കറാണെന്നാണ് എനിക്ക് തോന്നുന്നു. 6 ഏക്കർ അതിൽ കൂടുതലും കണ്ടാണ്. അത് 2-3 റീച്ച് ആയിട്ടുണ്ട്. ഈ വീട് നിൽക്കുന്ന 6 ഏക്കറിലാണ്. ആ 6 ഏക്കറിലെ ഒരു ഭാഗത്ത് അദ്ദേഹം ഈ 6 ഏക്കറിന്റെ ഒരു വശത്ത് ഭയങ്കരമായിട്ട് ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ആ ഗാർഡൻ ചെയ്തേക്കുന്നത് ആ വസ്തുവിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുകയാണ്. ആ വസ്തു, വീട് നിൽക്കുന്ന വസ്തു തന്നെ അതിന് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വസ്തു ഇങ്ങനെ ചരിഞ്ഞ് എൽ ഷേപ്പ് ഇങ്ങനെ മുമ്പോട്ട് നിൽക്കുകയാണ്. അവിടെ മതിലൊന്നും കെട്ടിയിട്ടില്ല. ഗാർഡൻ ചെയ്തേക്കാണ്. അപ്പം മതിലൊന്നും കെട്ടിയിട്ടില്ല. വീടിന് ചുറ്റുമലൊന്നൊരു സാധനം ഇല്ല. ഒരു പേരിന് വീട് വലിയ വീടാണ്, വലിയ പറമ്പാണ്, പക്ഷെ ചുറ്റുമലൊന്നൊരു സാധനം വന്നിട്ടില്ല. ഇത്രയും വലിയ സമ്പന്ന ഒരാൾക്ക് എന്തുകൊണ്ടങ്ങനെ ചെയ്തില്ല. ചുറ്റുമതിലുള്ളതെന്ന് വെച്ചാൽ മൊത്തം വസ്തുവിനെ മതിലുള്ളൂ. അതൊരു കോട്ട പോലെ അങ്ങനെ നിൽക്കുക. പക്ഷേ വീടിനെ കൃത്യമായി അത് ക്രമപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ഗാർഡൻ ഇങ്ങനെ തെക്ക് കിഴക്ക് ഇങ്ങനെ നിൽക്കുന്നു. ഒപ്പം തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളൊരു കുതിര നിന്നാൽ അതിൻ്റെ തല എങ്ങനെ ഇരിക്കുമാവോ ഇങ്ങനെ ആ ഭൂമി നിൽക്കുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭൂമി ഒരു കുതിരയുടെ മുഖം നിൽക്കുന്നത് പോലെ, കുതിര മുഖം നിൽക്കുന്നത് പോലെയും തെക്ക് കിഴക്ക് ഭാഗം കുറേ ഭൂമി ഒരു വലിയ ഗാർഡൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആക്ച്വലി പിന്നെ ഇതേപോലെ തന്നെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് വശത്ത് നമ്മൾ ശ്രീലങ്കയൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം കാണും താഴെ മൂട് ശ്രീലങ്ക കിടക്കത്തില്ലേ, അതുപോലെ ഒരു ചക്ക പിടിച്ച് കിടക്കുന്ന പോലെ കുറേ ഭൂമി താഴോട്ട് കിടക്കുന്നു. ആ വീടിന്റെ ദോഷത്തെക്കാൾ ഇവർ ഈ 3 കാര്യം വന്നപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ അവിടെ ഇല്ലാതായി തീർന്നു. ഭാര്യ അധികമായിട്ട് കേസ് പറയുക വർഷങ്ങളായി. അവർ കുറെ സമ്പത്തൊക്കെ ഉള്ള ആളുകളാ. ആ ശ്രീലങ്ക പോലെ വീടിന്റെ ആ വസ്തുവിന്റെ എൻഡി കിടന്നപ്പോൾ എന്ത് ചെയ്തു, മക്കളും അവിടെ ഇല്ലാതായി തീർന്നു. തെക്ക് കിഴക്ക് വന്നപ്പോൾ കേസായി. ഭയങ്കരമായുള്ള അതിന് വേറെ ഒരുപാട് എന്തൊക്കെയോ ഷുഗർ മില്ലൊക്കെ ഉണ്ടായിരുന്നു. ഈ മറ്റേ സ്പിരിറ്റിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടറി ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതൊക്കെ പൂട്ടേണ്ടി വന്നു അദ്ദേഹത്തിന്. കർണാടകത്തിലെ സ്പിരിറ്റിന്റെ കുറേ ഡിസ്ട്രിബ്യൂട്ടറി ഒക്കെ പുള്ളിക്കിടുന്നു, അതെല്ലാം പൂട്ടി. അപ്പം അങ്ങനെ കുറേ നഷ്ടങ്ങൾ വന്നു. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വസ്തു ആ വീട് പലരും വീട് മാത്രമാണ് നോക്കുക. വസ്തുവിൽ വന്ന മാറ്റം അത് ശ്രദ്ധിച്ചില്ല. വസ്തുവിൽ വന്ന മാറ്റം ഭയങ്കരമാണ്. ഞാൻ അദ്ദേഹത്തിനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നോട് പറയുന്നത്. അപ്പോൾ വീട് വെക്കുന്ന ആളുകൾ, വസ്തു വാങ്ങുന്ന ആളുകൾ, ഇതിനകം തന്നെ വീട് വെച്ചിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വസ്തു നിർബന്ധമായും പരിശോധിക്കണം. നിങ്ങളുടെ വസ്തുവിലുള്ള വാസ്തുദോഷങ്ങൾ കണ്ടുപിടിക്കണം. വീട് മാത്രമല്ല, വസ്തുവിൻ്റെ വാസ്തുദോഷങ്ങൾ നമ്മളെ ഭയങ്കരമായി ബാധിക്കും. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്, വീട് വയ്ക്കുമ്പോൾ അതിൽ ദീർഘചതുരാകൃതി തന്നെ ആ വസ്തുവിനെ നിങ്ങൾ മേക്കപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ അഹമ്മദാബാദി കണ്ട കാര്യം കണ്ടില്ലേ, അതിന് ദീർഘചതുരാകൃതിയുമില്ല, സമചതുരവുമില്ല, അതിന് ആകൃതി തന്നെ ഇല്ല.
ആകൃതി ഇല്ലെങ്കിൽ ഊർജം മോശമായി ഒഴുകി പരക്കും. ആകൃതി ഇല്ലെങ്കിൽ അത് മറ്റു പല രൂപത്തിലേക്ക് എനർജിയെ കൊണ്ടുപോകും. ആ എനർജി നമ്മൾ താമസിക്കുന്ന വീടാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫാണത്. അത് നമ്മളെ വളരെ മോശമായി ബാധിക്കും. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വസ്തുവിൻ്റെ അവസ്ഥ പഠിക്കണം. വസ്തുവിൻ്റെ അവസ്ഥ പഠിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ഈ പറഞ്ഞോലുള്ള കുതിരയുടെ തല നിൽക്കുന്നത് പോലെയോ അല്ലെ ഗാർഡൻ പോലെയോ അല്ലെ ഈ പറഞ്ഞ പോലെ ശ്രീലങ്ക പോലെയോ ഒക്കെ വസ്തുവിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കർശനമായി പരിഹരിക്കണം. അത് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ള വടക്കൻ കേരളത്തിലാണ്. തെക്കൻ കേരളത്തിൽ പൊതുവെ ഭൂമി കുറവായതുകൊണ്ട് ഇല്ലെന്നല്ല, ഉണ്ട്. ഞാൻ തെക്കൻ കേരളത്തിൽ പോയി പലതും പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതലും നമ്മുടെ തൃശ്ശൂരിന് വടക്കുള്ള ഭാഗങ്ങളാണ്. തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഈ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ അഹമ്മദാബാദിലെ ഞാൻ അവിടെ നിൽക്കുകയും ഞാൻ എന്തു വേണം എന്നുള്ളത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പണി അദ്ദേഹം ആദ്യത്തെ ദിവസം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഈ തള്ളി നിന്നവയെല്ലാം സെപ്പറേറ്റ് ആകുകയും വീടിന്, അപ്പം യഥാർത്ഥ വീടിന് നാല് പോലും ഉണ്ടായിരുന്നില്ല ചെല്ലുമ്പോൾ. വലിയ വീടാണ്, പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രമായില്ല ജീവിക്കാം. അത് റെക്റ്റാങ്കിളിലേക്ക് മാറ്റി കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത്. വീട്ടിൽ ചില പില്ലറുകളൊക്കെ മാറ്റി വെക്കണമുണ്ടായിരുന്നു, അതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വസ്തുവായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ദോഷമായി ഉണ്ടായിരുന്നത്. നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീട് വെച്ച് ജീവിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വസ്തുവിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ തള്ളി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ വസ്തുവിൻ്റെ ഒരേ ഒരു ഭാഗം മാത്രം തള്ളി നിൽക്കുക, അത് നന്മ തരും, അത് ഐശ്വര്യം തരും. വടക്ക് കിഴക്ക് ഭാഗം മാത്രം തള്ളിയെടുക്കുക. വസ്തുവിൻ്റെയാണ്, വീടിൻ്റെ അല്ല. വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം തള്ളിപ്പോയാൽ ദോഷമാണ്. മറിച്ച് വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം അല്പം തള്ളി നിൽക്കുന്നത് വളരെ ഐശ്വര്യം തരുന്നതാണ്. വേറെ ഒരു വശവും ഈ പറഞ്ഞ പോലെ വസ്തുവിൻ്റെ വശം തള്ളി നിൽക്കാൻ പാടില്ല. അതൊരു വലിയ വിജ്ഞാനമായി നിങ്ങൾ കരുതണം. വസ്തുവിൻ്റെ ഒരു ഭാഗവും തള്ളി നിൽക്കരുത്. അധികം വസ്തു തള്ളി നിൽക്കുകയാണെങ്കിൽ എന്ത് വേണം, അത് ഒന്നുകിൽ കൊടുത്തു കളയുക, അല്ലെങ്കിൽ അത് മതിൽ കെട്ടി വ്യക്തമായി തിരിക്കുക. മതിൽ കെട്ടുന്നത് സൗന്ദര്യത്തിന് വേണ്ടിയല്ല, യഥാർത്ഥ ഊർജത്തിൻ്റെ പ്രിസർവേഷന് വേണ്ടിയാണ്. നിങ്ങളുടെ മണ്ണിലുള്ള നല്ല ഊർജത്തെ അവിടെ സംരക്ഷിക്കുന്നതിനും പുറത്തുനിന്നുള്ള മോശമായ ഊർജങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാനും ഊർജത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നമ്മളൊരു പേരിനങ്ങ് പറയുക. മറിച്ച് പ്രപഞ്ചത്തിലുണ്ടാകുന്ന വലിയ വലിയ ശാസ്ത്രീയമായ ചേഞ്ചുകളാണ്. നമ്മളൊക്കെ ആഗോളതാപനം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ കളയും. ആഗോളതാപനം വന്നത് എന്തുകൊണ്ടാണ്? അത് ജലാശയങ്ങളില്ലാതായതുകൊണ്ട് മാത്രമല്ല. ആഗോളതാപനം വന്നത് മരങ്ങൾ ലോകവ്യാപകമായി മരങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ്. അഥവാ കാടുകൾ ഇല്ലാതായതാണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് സംഭവിക്കുന്നില്ല, ആഗോളമായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടാണ്. ഈ പച്ചപ്പും മരങ്ങൾ, ഇപ്പം നമുക്കറിയാം, ഈ ആളുകൾ ഇപ്പം ഒരുപാട് വീടുകളിൽ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ തന്നെ നോക്കുന്ന വീടുകളിൽ അത് പറയാറുണ്ട്, നമുക്കിപ്പോൾ സുരക്ഷിതത്തിൻ്റെ കാലമല്ലേ, അപ്പോൾ നമുക്ക് ഇതെല്ലാം അങ്ങ് ഇരുമ്പിൻ്റെ ആക്കിക്കൂടെ, തടിയൊക്കെ വേണോ? അപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ തടിക്ക് ഇന്ന പ്രശ്നമുണ്ട്, തടിക്ക് ഇന്ന ഗുണമുണ്ട്, അല്ല മറ്റൊന്നും ഇന്ന കാര്യമുണ്ട്. ഇപ്പോൾ ക്യാമറയുടെ ഒക്കെ കാലമല്ലേ, സുരക്ഷിതം നമുക്ക് ഇതിൻ്റെ ക്യാമറ വെച്ചാൽ പോരെ. തടി തന്നെയാണ് ഏറ്റവും നല്ലത് കാര്യം. എന്നാലും മറ്റേ സാധനമൊക്കെ കുറച്ചൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ പ്രാപഞ്ചികമായി ഉള്ള മാറ്റങ്ങളൊക്കെ വരുമ്പോഴും ഈ പ്രപഞ്ചം, ഈ സംസ്കൃതി നമുക്ക് നൽകിയ പാഠങ്ങളാണ്. മരവും മണ്ണും മനുഷ്യനും ഭയങ്കര ഇന്റർ കണക്റ്റഡാണ്. അപ്പോൾ ഈ നമ്മൾ ജീവിക്കുന്ന, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചില രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ആളുകളുടെ, ഇപ്പം നേപ്പാളിൽ നമുക്ക് പറയാം, ഈ നേപ്പാളി എന്തുകൊണ്ടാണ്, നേപ്പാളിലെ ആളുകൾ എന്താ ഈ വളരെ നീളം കുറഞ്ഞ്, നേപ്പാളിലെ ഒരു നല്ലൊരു വിഭാഗം നീളം കുറഞ്ഞ ആളുകളാണ്. അതെന്തുകൊണ്ടാണ്? അത് അവിടുത്തെ കട്ടാണ്, അതവിടുത്തെ ഭൂമിയുടെ അവസ്ഥ കൊണ്ടാണ്, സൂര്യൻ്റെ അവസ്ഥ കൊണ്ടാണ്. എന്നാൽ ഇന്ത്യയിലാണെങ്കിൽ നീളം കുറഞ്ഞവരുമുണ്ട്, നീളം കൂടിയവരുമുണ്ട്.
വളരെ നീളം കുറഞ്ഞവരുണ്ട്, എന്നാൽ ഒരു 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 കുറച്ച് നീളമുള്ളവരുണ്ട്. ഇപ്പോൾ 5 അടി 4 അടി ഉള്ളവരുണ്ട് ഇവിടെ, 5 അടി ഉണ്ട്, 6 അടി ഉണ്ട്, 6.5 അടി ഉണ്ട്, 7 അടി ഉള്ളവരുണ്ട് ഇവിടെ. മിക്സറാണ് ഇവിടെ നമുക്കുള്ളത്. അപ്പോൾ അതൊക്കെ ഈ മണ്ണ് തന്നെയാണ് തരുന്നത്. അപ്പോൾ ഈ മണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ വളരെ ഗൗരവമായി ബാധിക്കും. മണ്ണിനെ നമ്മൾ കറക്റ്റായിട്ട് അറിയണം. മണ്ണ് തന്നെയാണ് നമ്മുടെ ജീവൻ തരുന്നത്. അതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന മണ്ണിലുണ്ടാകുന്ന വാസ്തു വ്യതിയാനങ്ങൾ, വാസ്തു വ്യത്യാസങ്ങൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് കറക്റ്റ് ചെയ്ത് തന്നെ ജീവിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക. അടുത്തൊരു വീഡിയോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.